തിരുവനന്തപുരത്ത് തടവുകാരൻ പോലീസിനെ ആക്രമിച്ചു. ജയിലിൽ നിന്നും ചികിത്സയ്ക്കായി എത്തിയ തടവുകാരനാണ് ആക്രമിച്ചത്. പോലീസുകാരന്റെ നെഞ്ചിലും കഴുത്തിലുമാണ് മർദ്ദനമേറ്റത്. ജയിൽ വാർഡൻ രജനീഷ് ജോസഫിനാണ് മർദ്ദനമേറ്റത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശിക്ഷയനുഭവിക്കുന്ന റോയ് ആണ് ജയിൽ വാർഡനെ ആക്രമിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് സംഭവം. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഏത് സാഹചര്യത്തിലാണ് ഈ ആക്രമണം? രക്ഷപ്പെടാനോ മറ്റോ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു? രേണുക അക്രമാസക്തനാകുന്ന സ്വഭാവമുള്ള ആളാണ്. കേസുകളിൽ പ്രതിയാണ്. കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഇപ്പോൾ കഴിയുകയാണ്. നേരത്തെ വിയ്യൂരിലായിരുന്നു. അവിടെ അതീവ സുരക്ഷാ സെല്ലിൽ ഉണ്ടായിരുന്ന കുറ്റവാളിയാണ്. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയായിരുന്നു. ഒരു പ്രകോപനവുമില്ലാതെയാണ് ജയിൽ വാർഡനെ ആക്രമിച്ചത്. രജനീഷ് ജോസഫിനാണ് മർദ്ദനമേറ്റത്. രജനീഷിനെ നെഞ്ചിലും കഴുത്തിലും മർദ്ദിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു സംഭവം. റോയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചികിത്സയുടെ ഭാഗമായാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ പ്രകോപിതനാവുകയും ജയിൽ വാർഡനെ മർദ്ദിക്കുകയുമായിരുന്നു. കോവിഡ് സമയത്ത് ആലപ്പുഴയിൽ രാത്രി ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന നഴ്സിനെ ആക്രമിച്ച സംഭവത്തിൽ ആ രണ്ടുപേരായിരുന്നു പ്രതികൾ. അതിൽ ഒരാൾ ആണ് റോയി. വിവിധ ജില്ലകളിലായി നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇപ്പോൾ കൊലക്കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചാണ് സെൻട്രൽ ജയിലിൽ കഴിയുന്നത്. രേണുക. ശരി, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.